ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് ഫ്രഞ്ച് ഫ്രൈസസ് ഉണ്ടാക്കാം. രണ്ട് ഉരുളക്കിഴങ്ങ് എടുക്കുക. അപ്പോൾ ഇത്രയും ഷോന്തും വേണ്ട, സാധാരണ പിടിച്ചാൽ മതി. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ ബട്ടട്ട എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്ത് പറയുന്നതെന്ന് കമൻറ്റ് ഇല്ലോ. എന്നുവെച്ചാൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ചും കൂടി ലെങ്ത് ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ അടിയിൽ കൂടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ചട്ടി വെക്കുക, അതിലിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി തിളയ്ക്കുമ്പോൾ ഞങ്ങൾ ഈ മുറിച്ച് വെച്ച പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടിച്ച് വെക്കുക. കുറച്ച് ഇളം വെന്തതിന് ശേഷം നമുക്ക് വെന്തെന്ന് നോക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നെ ഈ റെസിപ്പി എൻ്റെ ഫ്രണ്ട് എനിക്ക് സെൻഡ് ചെയ്ത് തന്നതാണ്. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ബുക്കിലോട്ട് എഴുതിയതാണ്. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, എങ്ങാനും പാളിപ്പോയാൽ നിങ്ങൾക്ക് പങ്കല് ശരിയാക്കുന്നുണ്ടെന്ന്. കുറേ എണ്ണം വേകണ്ടെന്നും വേണ്ട. എന്നിട്ട് ഒരു കോട്ടൺ തുണി എടുക്കുക. എന്നിട്ട് അതിലോട്ട് ഇങ്ങനെ വിതറിയിടുക. അതിന് ശേഷം അത് ഒരു തുള്ളി വെള്ളമില്ലാത്ത ഇതുപോലെ ഒപ്പിച്ചാൽ വെള്ളമൊന്നും ഇല്ലാത്ത നല്ല സ്മൂത്തായിട്ട് എടുക്കാമെന്നാണ്. ഒരുപാട് പ്രസ് ചെയ്യണ്ട, അത് ഒടിഞ്ഞു പോകും. എന്നെപ്പോലെ ആരോടോ ഉണ്ട ചൊടി അതിനോട് തീർക്കാൻ നിൽക്കണ്ട. എന്നിട്ട് വീണ്ടും ഒരു പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഈ സാധനം പൊട്ടറ്റോ ഇതുപോലെ അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വേവുന്നോളം വെയിറ്റ് ചെയ്യണം. വെന്ത് കഴിഞ്ഞാൽ ഒരു ചട്ടിയിലോട്ട് മാറ്റുക. എന്നിട്ട് പ്ലേറ്റിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സോസും കൂടി എടുക്കാം. ഞാൻ ഇപ്പോൾ സോസും കൂടി എടുത്തിട്ട് കഴിക്കുന്നുണ്ട്. നല്ല സൂപ്പറായിട്ടുള്ള റെസിപ്പിയാണ്. അവൾ പറഞ്ഞു തന്നത് എന്തായാലും കൊള്ളാം.